ഇന്ന് വേൾഡ് ലെവലിൽ ഇന്ത്യ എത്രമാത്രം വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ്റെ ഉള്ളിലുള്ള സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറയുന്നത് അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് ഇന്നും. അതായത് ഇന്ന് ഇന്ത്യയിൽ ഒരു 10-11 മണിക്കെല്ലാം തന്നെ സ്ത്രീകൾ പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം സുരക്ഷ ഉറപ്പുവരുത്താം എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അതുമാത്രമല്ല, അങ്ങനെ 9-10 മണിക്കെല്ലാം തന്നെ പുറത്തു പോകുന്ന സ്ത്രീകളെല്ലാം തന്നെ നമ്മുടെ സമൂഹം എന്തോ തെറ്റായതായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്നത്. അതുമാത്രമല്ല, അങ്ങനെ പുറത്തുപോയി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കൾപ്രിറ്റിനെയല്ല ഇവിടെ കുറ്റം പറയുന്നത്, വിക്ടിമിനെയാണ് കൂടുതലും കുറ്റപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് അവൾ ആ ഒരു സ്ഥലത്തോട്ട് പോയത്, അതും ആ സമയത്ത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇന്ത്യയിൽ വരുന്നത്. അതുമാത്രമല്ല, ലോകത്തുള്ള പല ഏജൻസികളും ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെഗറ്റീവ് മാർക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ അത്രമാത്രം ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ടോ, അതായത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രമാത്രം സേഫ്റ്റി കൺസേൺ ഉണ്ടോ, അതുപോലെ തന്നെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ റേപ്പ് കേസസ് പെട്ടെന്നായിട്ട് വർദ്ധിക്കുന്നത്, ഇത് മാത്രമല്ല അതായത് ഈ റേപ്പ് ചെയ്യുന്നവരുടെ മെന്റാലിറ്റി എന്താണ്, എന്തുകൊണ്ടാണ് ഇവരെ മറ്റുള്ളവരെ റേപ്പ് ചെയ്യാൻ ഉള്ള മെന്റാലിറ്റി ഇവർക്ക് വരുന്നത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. എൻ്റെ പേര് അശ്വിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പറയുന്നത്, ഇതെല്ലാം തന്നെ മുൻപ് സ്റ്റഡി ചെയ്ത് അതായത് ഈ റേപ്പിസ്റ്റിന്റെ മെന്റാലിറ്റി എല്ലാം തന്നെ സൈക്കോളജിക്കൽ പരമായിട്ടും സയന്റിഫിക് പരമായിട്ടും സ്റ്റഡി ചെയ്ത് ഓരോ ആൾക്കാരുടെയും റിപ്പോർട്ടെല്ലാം അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാം തന്നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ പ്യുവറായും മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മെയിനായിട്ട് നമ്മൾ രണ്ടുപേരുടെ അതായത് ഫൈൻഡിങ്സ് ആണ് എടുക്കുന്നത്. ഒന്ന്, മധുമിത പാണ്ഡെ എന്ന് പറയുന്ന ഈ ഒരു ജേർണലിസ്റ്റ് അതായത് തീഹാർ ജയിൽ, ഇന്ത്യയിലെ തീഹാർ ജയിൽ അവിടെയുള്ള റേപ്പിസ്റ്റിനെ മാത്രം അതായത് ഈ റേപ്പ് കേസിൽ പ്രതിയായ ആൾക്കാരെ മാത്രം ഒരുമിച്ച് കൊണ്ടുവന്ന് അവരുടെ അടുത്തെല്ലാം കോമൺ ആയിട്ട് എന്തുകൊണ്ടാണ് റേപ്പ് ചെയ്തത്, കുറ്റബോധമുണ്ടോ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ മറുപടി എന്തായിരുന്നോ അതിൽ ഉള്ള ഡേറ്റാസും, അതുപോലെ തന്നെ മറ്റൊരാളായ സാമുവൽ സ്മൃതിമാൻ എന്ന് പറയുന്ന ഇദ്ദേഹം 1976 ഇങ്ങനെ ഒരു റിസർച്ച് നടത്തിയതാണ്. അപ്പോൾ ഈ ഡാറ്റ എല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ പ്യുവറായി മേക്ക് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഡാറ്റ കുറച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇന്ത്യനെയും അതുപോലെ തന്നെ വേൾഡ് ലെവലിൽ എത്രമാത്രം റേപ്പ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഡാറ്റ പരിശോധിച്ചതിന് ശേഷം ഈ ഫൈൻഡിങ്സിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ വേൾഡ് ബാങ്കിന്റെ ഒരു കണക്കനുസരിച്ച് ലോകത്തുള്ള 30% സ്ത്രീകൾ അതായത് സെക്ഷലി ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പബ്ലിക്കായിട്ടും അതുപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിലും അങ്ങനെ പല സ്ഥലത്ത് വെച്ചിട്ട് 30% സ്ത്രീകൾ ഈ ലോകത്ത് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല NCRB അതായത് നാഷണൽ ക്രൈം റിസർച്ച് ബ്യൂറോ അതായത് ഇന്ത്യയുടെ നാഷണൽ ക്രൈം റിസർച്ച് ബ്യൂറോന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 31,677 കേസസുകളാണ് റേപ്പ് കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിലും 28,147 കേസസ് അതായത് 100% കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 89% അതായത് ഓൾമോസ്റ്റ് എല്ലാ കേസസിലും അതായത് ഈ ഇരേനെ മുൻപേ ഈ പ്രതിക്ക് അറിയായിരുന്നു എന്നുള്ള കാര്യമാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഒന്നുകിൽ അടുത്ത വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇടാൻ വന്നത്, അടുത്ത പണിക്കാരൻ, ഇങ്ങനെ ഏതെങ്കിലും രീതിയിലാണ് ഈ റേപ്പ് കേസസ് ഇന്ത്യയിൽ കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റേപ്പ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് രാജസ്ഥാൻ, അതിനടുത്തായിട്ട് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഡൽഹി, ജയ്പൂർ. അപ്പോൾ ജയ്പൂരിലാണ് അതായത് പെർ ക്യാപിറ്റ വെച്ച് നോക്കുമ്പോൾ അതായത് അവിടെയുള്ള പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നടക്കുന്നത് ജയ്പൂരിലാണ് പെർ ക്യാപിറ്റ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇന്ത്യയിൽ ഇത്രമാത്രം കേസസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇന്ത്യയിൽ ജനങ്ങൾ ഇത്രമാത്രം കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത്രയും കേസസ് ഉള്ളതെന്ന്. ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെർ ക്യാപിറ്റ വെച്ചിട്ടാണ് നോക്കുന്നത്. ഓരോ രാജ്യത്തും 1,00,000 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ എത്ര പേര് ഈ പീഡനത്തിന് ഇരയാവുന്നോ ഉള്ള കാര്യങ്ങൾ പെർ ക്യാപിറ്റ വെച്ചിട്ട് നമുക്ക് നോക്കാം, അതായത് എത്രമാത്രം കേസസ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ഡാറ്റ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഷോക്കാവും. അതായത് ഓരോ രാജ്യത്തും 1,00,000 ആൾക്കാരിൽ എത്ര പേർ റേപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഡാറ്റ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ US-ൽ ഓരോ 1,00,000 ആൾക്കാരിൽ 27 പേര് ഇങ്ങനെ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ UK-യുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 36 പേരും, അതുപോലെ തന്നെ സ്വീഡൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിൽ 60 പേരാണ് റേപ്പ് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല, എന്നാൽ ഇത് തന്നെയാണ് സത്യം. വെറും 2.5% മാത്രമോ റേപ്പ് കേസസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അതായത് നടക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിന് ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഫുള്ളായും കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്ര കുറവ് എന്ന് മനസ്സിലാവും. അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ത്യൻ റേപ്പ് കേസസ് ഒരു 3 ടൈപ്പായിട്ട് പിരിക്കുന്നുണ്ട്. ഒന്ന് കല്യാണം കഴിഞ്ഞിട്ടുള്ള റേപ്പ്, അതുപോലെ തന്നെ അതായത് മാരീഡ് അല്ലാത്ത സ്ത്രീകൾക്ക് നടക്കുന്ന റേപ്പ്, അതായത് പോക്സോ 18 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് 3 സെപ്പറേറ്റ് ആയിട്ടാണ് ഇന്ത്യയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഇത് മാത്രമല്ല, ഇന്ത്യയിൽ മറ്റൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ NCRB എന്ന് പറയും, അതായത് നാഷണൽ ക്രൈം റിസർച്ച് ബ്യൂറോ എന്ന് പറയുന്ന ഇവരുടെ ഡാറ്റ അനുസരിച്ച് ഇവർ പറയുന്നത് ഇന്ത്യയിൽ ഇത്രമാത്രം കുറയാൻ പല സ്ത്രീകൾക്കും അവർക്ക് സെക്ഷലി ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ പുറത്തു പറയാൻ പേടിക്കുന്നു, അല്ലെങ്കിൽ പുറത്തു പോയി കഴിഞ്ഞാൽ
അവരുടെ ഡിഗ്നിറ്റി കുറഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് പലരും പോലീസ് കേസ് കൊടുക്കാൻ തന്നെ മടിക്കുന്നു, അല്ലെങ്കിൽ ഭയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരെ ഇങ്ങനെ പീഡനത്തിനെല്ലാം ഇരയായി കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കാതെ റിജക്റ്റ് ആയി പോകുന്നു എന്ന് പറയുന്നു. അതുമാത്രമല്ല, ഈ മാരിറ്റൽ റേപ്പ്, അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് റേപ്പായിട്ട് കൺസിഡർ ചെയ്യില്ല. അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഇന്ത്യയിൽ അത് റേപ്പായിട്ട് കൺസിഡർ ചെയ്യില്ല. പക്ഷെ പുറം രാജ്യത്തെല്ലാം തന്നെ അതും റേപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാലും ഇത് മൊത്തം കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും അതായത് ഈ രാജ്യങ്ങളുടെ അത്ര ഒന്നും ഇന്ത്യ വരുന്നില്ല എന്നാണ് പലരും പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതും നമുക്ക് നോക്കാം. ഒരു റിസർച്ച് അനുസരിച്ച് ഇന്ത്യയിൽ അതായത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ 32% സ്ത്രീകളും അവരിപ്പോൾ വിശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഭർത്താവിൻ്റെ അടുത്ത് പറയാതെ എങ്ങോട്ടേലും പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭർത്താവ് അവരെ മർദ്ദിച്ചാലും അത് കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യമാണ് ഇന്ത്യയിലെ സ്ത്രീകൾ വിശ്വസിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് മറ്റു രാജ്യത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറവാണ്. അതായത് യു കെയിലെല്ലാം തന്നെ 30-ൻ്റെയും താഴെയാണ്. 25, 22 അങ്ങനെയുള്ള ശതമാനം മാത്രമേ യു കെയിലും USA-ലും വരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ സ്ത്രീകൾ അതായത് പലപ്പോഴും മാരേജ് കഴിഞ്ഞിട്ടുള്ള ഈ പീഡനങ്ങളെല്ലാം തന്നെ അവർ റേപ്പായിട്ടോ അല്ലെങ്കിൽ പീഡനമായിട്ടോ അവർ കരുതുന്നില്ല എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ പുറത്തു പോകുമ്പോൾ ഉള്ള ഹറാസ്മെന്റ്, അതായത് പബ്ലിക്കായിട്ട് ബസ്സിൽ വെച്ചോ ട്രെയിനിൽ വെച്ചോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വെച്ച് ഹറാസ്മെന്റ് ചെയ്യുന്നത്, അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ 80% സ്ത്രീകൾ ഈ പബ്ലിക് ഹറാസ്മെന്റിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അവിടെ തൊടുക ഇവിടെ തൊടുക ഇതൊക്കെ തന്നെ പബ്ലിക് ഹറാസ്മെന്റിൽ വരും. അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്ത്യൻ സിറ്റിസണിൽ 80% സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ അതായത് ഇപ്പോൾ അമേരിക്കയിലെല്ലാം നോക്കുകയാണെങ്കിൽ 77% അമേരിക്കയിലും 71% യു കെയിലും 93% അഫ്ഗാനിസ്ഥാനിലും ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഇത് കൂടുതലാണ്. അപ്പോൾ നോക്കുമ്പോഴും ഇന്ത്യ ഒരു ഡീസന്റ് പൊസിഷനിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡാറ്റ പറയുന്നത്. പക്ഷേ ഡാറ്റയിൽ 80% എന്നൊക്കെ പറഞ്ഞ് വേൾഡ് ലെവലിൽ ഇന്ത്യ വളരെ കുറവാണെന്നത് ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിലും, പക്ഷേ 80% എന്ന് പറയുന്നത് അതായത് വെറും 20% സ്ത്രീകൾ മാത്രമേ ഇവിടെ സേഫ്റ്റി ഉള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്, അതായത് 1% അത് വലിയൊരു ക്രൈം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന്, അപ്പോൾ ഈ മധുമുദയും അതുപോലെ തന്നെ സാമുവൽ എന്ന് പറഞ്ഞ ഇവരെല്ലാം തന്നെ കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ റിസർച്ച് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് അവസാനം നമുക്ക് നോക്കാം എന്താണ് അതായത് ഈ റേപ്പിസ്റ്റിന്റെ എല്ലാം തന്നെ സൈക്കോളജി എന്ന് 10 പോയിന്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അവസാനം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവരുടെ ഫൈൻഡിങ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവര് പറഞ്ഞതിൽ 89% ആൾക്കാർക്കും മുൻപ് ഈ ഇരേനെയും അതുപോലെ തന്നെ ഈ കുറ്റവാളിനെയും പരിചയമുള്ള ആൾക്കാരാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഇന്ത്യയിൽ ഈ റേപ്പ് കേസസിൽ കുറ്റവാളികളാവുന്നത് കൂടുതലും യങ് ജനറേഷനിലുള്ള ആൾക്കാരാണ് എന്നാണ് പറയുന്നത്. 21 to 30% ആൾക്കാരാണ് ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ റേപ്പ് കേസസിൽ പ്രതിയായി ഉള്ളിൽ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഇങ്ങനെ അതായത് ഈ പ്രതിയാവുന്ന ആൾക്കാരെല്ലാം തന്നെ ഡീറ്റെയിലായി സ്റ്റഡി ചെയ്യുമ്പോൾ ഇവരിൽ ഭൂരിഭാഗം ആൾക്കാരും അതായത് ഹൈസ്കൂൾ പോലും കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൈമറി സ്കൂൾ കൊണ്ട് ഇവരുടെ പഠിത്തം നിർത്തിയതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരും കൂടുതലായിട്ടും ഈ റേപ്പ് കേസസിൽ ഇൻവോൾവ് ആവുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഒരു 45 വയസ്സുകാരനായ കുറ്റവാളിന്റെ അടുത്ത് ചോദിക്കുന്നു, അതായത് 5 വയസ്സായ കൊച്ചിനെയാണ് അവൻ റേപ്പ് ചെയ്തത്, ഇതിന് നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടോന്ന്. അപ്പോൾ അവൻ പറഞ്ഞ മറുപടിയാണ് എല്ലാവരും തന്നെ ഷോക്കായത്. അതെ, എനിക്ക് കുറ്റബോധമുണ്ട്. അതിന്റെ കാരണം അവൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അതായത് ഇനി ആ പെൺകുട്ടീനെ ആരും കല്യാണം കഴിക്കില്ല. ഞാൻ ജയിലിൽ നിന്ന് പുറത്ത് കിടക്കാനേ ഞാൻ ആ പെൺകുട്ടീനെ വേണേൽ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. അവളുടെ വിർജിനിറ്റി പോയി, അതുകൊണ്ട് മറ്റാരും ചൂസ് ചെയ്യില്ല. ഈ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടമുണ്ടെന്ന്. അപ്പോൾ ഇതിലെന്താ വ്യക്തമാകുന്നത്, അതായത് അവൻ ചെയ്തത് അവൻ തെറ്റാന്ന് ഒരിക്കൽ പോലും അവൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവൻ പറയുന്നത് എന്താണ്, ആ പെൺകുട്ടി വിർജിനല്ല, അതുകൊണ്ട് കല്യാണം ഉണ്ടാവില്ല, ഇതുകൊണ്ട് എനിക്ക് കുറ്റബോധമുണ്ട് എന്നാണ്. അല്ലാണ്ട് ഞാൻ ചെയ്തതിൽ തെറ്റായിന്ന് ഒരിക്കലും അവൻ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഫൈൻഡിങ്സിൽ പറഞ്ഞിരിക്കുന്നത് അതായത് 90% ഈ റേപ്പിസ്റ്റും അവരെ ന്യായീകരിക്കാനാണ് കൂടുതലും ശ്രമിക്കുന്നത്. അല്ലാണ്ട് അവർ ചെയ്ത തെറ്റാന്ന് അവർ കൂടുതലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഒരു പേരും കൂടി, അതായത് കോഗ്നിറ്റീവ് ഡിസ്ട്രോഷൻ എന്ന് പറയുന്ന ഒരു മെന്റൽ രോഗമാണ് ഇത്. അതായത് ഒരു മെന്റൽ ഡിസോർഡർ ആണ് ഈ സംഭവം. ഇതെന്താണെന്ന് വെച്ചാൽ, അതായത് ഈ റേപ്പിസ്റ്റുകളെല്ലാം തന്നെ റേപ്പ് ചെയ്യും. അപ്പോൾ ഇവരിൽ സാധാരണ ഒരു ക്രിമിനലെയും അതായത് ഒരാളെ കൊല്ലുന്ന ആളെയും അതുപോലെ തന്നെ ഒരു റേപ്പിസ്റ്റിനെയും ഫുള്ളായിട്ടും കമ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്യുമ്പോൾ അവർ പറയുന്ന അതായത് ഈ റേപ്പിസ്റ്റിനെ കോഗ്നിറ്റീവ് ഡിസ്ട്രോഷൻ എന്ന് പറയുന്ന ഇത് അതായത് ഇവരുടെ മെന്റാലിറ്റി ഫുള്ളും ഈ ഒരു രീതിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ റേപ്പിസ്റ്റുകളെല്ലാം തന്നെ കൂടുതലും ന്യായീകരിക്കുകയാണ്. അതായത് ആ പെണ്ണ് ആ വസ്ത്രം ഇട്ടുകൊണ്ടാണ് ഞാൻ റേപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ആ പെണ്ണ് അവിടെ വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പെണ്ണ് എന്തെങ്കിലും ചെയ്ത് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇവർ കൂടുതലും ന്യായീകരിക്കുന്നത്. അല്ലാണ്ട് ഇവരുടെ സൈഡിലുള്ള തെറ്റുകൾ ഇവർ അക്സെപ്റ്റ് ചെയ്യാൻ റേപ്പിസ്റ്റുകൾ തയ്യാറാവുന്നില്ല എന്നാണ് അതായത് സ്റ്റഡി എല്ലാം തന്നെ പ്രൂവ് ചെയ്യുന്നത്. എന്നാൽ അത് ക്രിമിനൽ കേസുകൾ, മറ്റ് ക്രിമിനൽ കേസ് അതായത് ഒരാളെ കൊല്ലുകയോ മോഷ്ടിക്കുകയോ ഒക്കെ ചെയ്ത് ഉള്ളിൽ പോയവരടുത്ത് ചോദിക്കുമ്പോൾ അവരവരുടെ കുറ്റം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ഞാൻ കാരണമാണ്, ഞാനാണ് തെറ്റുകാരൻ,
ഉള്ള കാര്യങ്ങൾ മറ്റ് വിഭാഗത്തിലുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സൊസൈറ്റിയിൽ, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ ഒരു റേപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൾക്കാർ പറയും, അതായത് അവളൊക്കെ ഇടുന്ന ഡ്രസ്സ് കണ്ടില്ലേ, ആ ഡ്രസ്സ് കാണുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെ ഈ ഇന്റന്റ് ആവാത്ത, ഇങ്ങനെ പലരും ചോദിക്കുന്നവരെ ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്യുമ്പോൾ, അതായത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, അതായത് 2022 കണക്കനുസരിച്ച് ഏകദേശം 112 കേസോളം റിപ്പോർട്ട് ചെയ്ത് 12 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലും 1000 കേസസോളം 45 വയസ്സിന്റെ മേലെയുള്ള ആൾക്കാരെയാണ് ഈ റേപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ആലോചിക്കുക, അതായത് ഈ 12 വയസ്സിന്റെ താഴെയുള്ള കുട്ടിക്ക്, അതായത് അവരുടെ ബോഡി അപ്പിയറൻസ് വലുതായിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ ഡ്രസ്സ് എന്ത് തന്നെയാണ് ചെയ്യുന്നത്, അതൊരു കൊച്ചുകുട്ടിയാണ്, അവരെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇവർക്ക് തോന്നുക. അതുപോലെ തന്നെ 45 വയസ്സിന് മേലെ, അതായത് ഇന്ന് ഇന്ത്യയല്ല 45 വയസ്സിന് മേലെയുള്ളവരെന്നാണ് അത്ര മോഡേൺ അല്ല. അപ്പോൾ ഇവരെയും ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവർ പറയുന്നത്, അതായത് ഈ ഡ്രസ്സിന്റെ ഒന്നുമല്ല, 12 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാരെയും ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ 45 വയസ്സിന് മേലെയുള്ള ആൾക്കാരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിംഗ് അപ്പിയറൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം കംപ്ലീറ്റ്ലി തെറ്റാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് മാത്രമല്ല, ഇനി ഇവരുടെ സൈക്കോളജി നമുക്ക് നോക്കാം. ഒരു 10 പോയിന്റാണ് നമ്മൾ എടുത്തു പറയുന്നത്, അതായത് ഈ റേപ്പ് ചെയ്യുന്നവരുടെ സൈക്കോളജി എന്താണ്. ഫസ്റ്റ് വൺ, ഇവർ പവർ എന്നാണ് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, അതായത് ഈ റേപ്പ് ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ മറ്റൊരാളുടെ അടുത്ത് ഡോമിനൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ റേപ്പിലെല്ലാം തന്നെ ഇൻക്ലൂഡ് ആവുന്നത്. അതായത് പുരുഷൻ അതായത് സ്ത്രീനെക്കാട്ടും താന്നതല്ല എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം, അതായത് റേപ്പിൽ ഇൻവോൾവ് ആവുന്നത് എന്നുള്ള, അതായത് ഇങ്ങനെയുള്ള സ്ഥിതികൾ കുറെ പേര് റേപ്പ് ചെയ്തു എന്നുള്ളതാണ് സ്റ്റഡികൾ റിവീൽ ആക്കുന്നത്. ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ സെക്ഷൽ ഡിസയർ. അതായത് കുറെ ആൾക്കാർക്കെല്ലാം തന്നെ ഈ അതായത് ഫിലിം എല്ലാം കണ്ടു അവർ കൂടുതലും അതായത് ഈ കാര്യത്തിലെല്ലാം തന്നെ എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അവർ ഈ കാര്യത്തിലോട്ട് ഇൻവോൾവ് ആവുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ സൈക്കോളജി. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആങ്കർ കാരണം ഇവർ സൈക്കോളജി പരമായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. തന്നെ ചിലർ ഈ പ്രപ്പോസൽ എല്ലാം തന്നെ പ്രപ്പോസ് ചെയ്തിട്ട് അത് റിജക്ട് ചെയ്യുമ്പോൾ ആ ഒരു സമയത്തും ഇവർ ആ ദേഷ്യം കൊണ്ടും ഇവർ പലരെയും റേപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ മെയിൻ പ്രശ്നമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് മെച്യൂരിറ്റി ഇല്ല. അതായത് പല ആൾക്കാരും റേപ്പ് ചെയ്തതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് പലരും പ്രൈമറി സ്കൂളുകളും കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് അതിനുള്ള മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ സ്ത്രീകളെ ഈക്വലായി ട്രീറ്റ് ചെയ്യാനുള്ള മെച്യൂരിറ്റി വരാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള റേപ്പ് കേസുകൾ കൂടുതലും ഇൻവോൾവ് ആവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ സൊസൈറ്റിയൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു സ്ത്രീക്ക് അതായത് 15 to 18 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവർ മെല്ലെ അഡൽട്ട് സ്റ്റേജിലോട്ടെല്ലാം മാറുന്ന ആ ഒരു സാഹചര്യം എത്തുമ്പോൾ അവരുടെ ബോഡിയിൽ കുറേ തരത്തിലുള്ള ഡിഫറൻസ് വരും. അപ്പോൾ ഈ ഡിഫറൻസ് എല്ലാം തന്നെ ഇവർക്ക് കൂടുതലും അട്രാക്റ്റ് ആയി, അതുപോലെ തന്നെ സെക്ഷൽ ഫിലിം എല്ലാം കാണുമ്പോൾ ഇവർക്ക് ഈ ബോഡിയുമായിട്ട് ഇവർ കൂടുതലായിട്ടും അട്രാക്റ്റ് ആയി അങ്ങനെയും കുറെ പേര് ഈ ക്രൈമിലോട്ട് ഇൻവോൾവ് ആവുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ എന്താണെന്ന് വെച്ചാൽ, അതായത് സൈക്കോളജിക്കൽ ഇഷ്യൂ. ഈ സൈക്കോളജിക്കൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, അത് കുറെ പേർക്ക് അതായത് മെന്റൽ രീതിയിൽ അവർ പ്രോപ്പർ അല്ല, അതായത് മെന്റലി പലരും ഡിസ്റ്റർബ്ഡ് ആണ്. ഇങ്ങനെയുള്ള ഡിസ്റ്റർബ്ഡ് ആയ ആൾക്കാരും അതായത് ഈ റേപ്പ് ഇങ്ങനെയുള്ള ക്രൈമിലോട്ട് ഇൻവോൾവ് ആവുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏഴാമത്തെ ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഓപ്പർച്യൂണിറ്റി. പലരും ആൾക്കാർ ഈ വിക്ടിമിനെല്ലാം തന്നെ ഐസൊലേറ്റഡ് ആയ പ്ലേസ് കിട്ടുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഡിസയർ കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴാണ് അവരിങ്ങനെ ട്രൈ ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. എട്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ട്രിഗർ ആണ് അവർ പറയുന്നത്. ഈ ട്രിഗർ എന്താ സംഭവം എന്ന് വെച്ചാൽ, അതായത് കുറെ ആൾക്കാർ അതായത് കള്ളും കഞ്ചാവും ഇങ്ങനെ ഡ്രഗ്സിലെല്ലാം തന്നെ അഡിക്റ്റഡ് ആണ്. അപ്പോൾ ഇവർക്ക് ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്തവര് പലരും ഈ ക്രൈമിൽ ഇൻവോൾവ് ആവുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒൻപതാമത്തെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്, അതായത് ഡോമിനൻസ് എന്ന് പറയും. അതായത് ഈ റേപ്പ് കേസസിൽ ഇൻവോൾവ് ആവുന്ന പല പ്രതികളും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു സൊസൈറ്റി ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്, അതായത് സ്ത്രീകൾ ഇതെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്ത് പോകണം. 10 മണിക്കും 11 മണിക്കെല്ലാം തന്നെ വരുന്നവരാണെങ്കിൽ അവർക്ക് ഇതെല്ലാം തന്നെ സംഭവിക്കുന്ന സ്വാഭാവികമാണ്, അതെല്ലാം തന്നെ ഈ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടും പലരും ഈ ക്രൈം ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ 10ാമത്തെ പല സൈക്കോളജിക്കൽ ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നുമില്ലാതെ പലരും വേറെ രീതിയിലും ട്രിഗർ ആവും. അപ്പോൾ അതിലും പലരും, അതായത് ഇപ്പോൾ ഈ റേപ്പ് ചെയ്യുന്ന ആൾക്കാരെ മൊത്തമായിട്ടും സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. അതിൽ സ്റ്റഡി ചെയ്ത ആൾക്കാരിൽ 10ൽ 9 ആൾക്കാരും ഇങ്ങനെയുള്ള പല റീസൺസ് കാരണമാണ്. 10ാമത്തത് മറ്റു പല റീസൺസ് കാരണവും ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു റേപ്പിസ്റ്റിന്റെ യഥാർത്ഥ സൈക്കോളജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അതായത് ഇപ്പോൾ ഇന്ത്യ ഈ ക്രൈമിലെല്ലാം കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ കൂടുതലായിട്ട് സ്ട്രിക്റ്റ് റൂൾ കൊണ്ടുവരികയാണെങ്കിൽ ഇത് കുറയ്ക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.